ഹായ് ഡ്യൂഡ്സ്, ഇറ്റ്സ് മീ ശ്യാം ശിവ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും പെൻഡ്രൈവ് മെമ്മറി കാർഡൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത്തരം പെൻഡ്രൈവ് മെമ്മറി കാർഡൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കറക്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും അതിനടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റായി പോയി കഴിഞ്ഞാൽ പെൻഡ്രൈവ് മെമ്മറി കാർഡൊക്കെ ശരിയാക്കാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അത് പൊളിയായിരിക്കത്തില്ലേ? എന്നാൽ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അധികം വിട്ട് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബാ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ പെൻഡ്രൈവ് എൻ്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഫോർമാറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കും കാണിക്കുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും വിൻഡോസ് വാസ് അണേബിൾ ടു കംപ്ലീറ്റ് ദ ഫോർമാറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ വിൻഡോസ് സെർച്ച് കീയിൽ പോയിട്ട് അവിടെ CMD അതായത് കമാൻഡ് പ്രോംപ്റ്റ് സെർച്ച് ചെയ്ത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാം. നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും വർക്കാവുന്നതായിരിക്കും. ഇങ്ങനെ സിസ്റ്റം 32 എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്പ്ലേ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തൊരു മെസ്സേജ് വരും. അത് നോക്കിയിട്ട് ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ ഡിസ്ക് 0, ഡിസ്ക് 1 ആണ് നമ്മുടെ പെൻഡ്രൈവ്. ഓക്കെ, അടുത്ത് നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് സെലക്ട് ഡിസ്ക് 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസ്ക് പാർട്ട് സക്സീഡഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക് എന്നൊരു മെസ്സേജ് വന്നു. ഓക്കെ, അടുത്തതായിട്ട് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡിസ്ക് പാർട്ട് മാർക്ക്ഡ് ദ കറണ്ട് പാർട്ടീഷൻ ആസ് ആക്റ്റീവ്. ഓക്കെ, അതിനുശേഷം സെലക്ട് പാർട്ടീഷൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒരു മെസ്സേജ് വീണ്ടും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. അത് ഫോർമാറ്റ് സ്പേസ് FS ഈക്വൽ ടു FAT32 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെൻഡ്രൈവിൻ്റെ. ഇത് കംപ്ലീറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 10-15 മിനിറ്റോളം എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. ഓക്കെ, ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 100% കംപ്ലീറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിസ്ക് പാർട്ട് സക്സസ്ഫുള്ളി ഫോർമാറ്റഡ് ദ വോളിയം എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ പെൻഡ്രൈവിൽ ഇനി അടുത്തൊരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഒരു ഫോട്ടോ ഇതാ കോപ്പി ചെയ്തു. ഓക്കെ, എൻ്റെ പെൻഡ്രൈവ് ഇതാ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഫോട്ടോ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പെൻഡ്രൈവ് ഇജക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇജക്റ്റ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ആ പെൻഡ്രൈവ് ഇതാ വന്നിട്ടുണ്ട്. ആ ഫോട്ടോയും ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ പകർന്നു തന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കിടിലം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്ത് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.